ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. പാലക്കാട് മങ്കര മാങ്കുറിശ്ശിയിൽ വയോധികയെയും കുടുംബത്തെയും താമസ സ്ഥലത്ത് നിന്ന് മുന്നറിയിപ്പില്ലാതെ ഇറക്കി വിട്ടുവെന്ന് പരാതി. ഇവർ താമസിച്ചിരുന്ന കെട്ടിടം JCB ഉപയോഗിച്ച് ഇടിച്ചു തകർത്തു. 89 വയസ്സുള്ള ദേവികയും കുടുംബത്തെയുമാണ് ഇറക്കിവിട്ടത്. എൻ്റെ ഈ ഇവിടുത്തെ അഡ്രസ്സിൽ ഒരു കടലാസോ ഒരു മുന്നറിയിപ്പോ ഒരു വിഷയവും ഇല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് അത് ഓർഡർ കിട്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ ഓർഡർ ഒന്ന് കാണിച്ചു തരൂ. ആ അഡ്രസ്സേ തെറ്റാണ്. അത് ഒറ്റപ്പാലത്തിൻ്റെ അഡ്രസ്സിലേക്കാണ് ആ ഓർഡർ പോയിരിക്കുന്നത്. അവർ വന്നത് മാങ്കുറിശ്ശിയിലേക്കും. ഗോകുലിന്റെ വിവരങ്ങളായി. ഗോകുൽ, ഇത് എന്ത് സംഭവിച്ചു? ആരാണ് ഇത് ചെയ്തതെന്നാണ്? അതായത് ഈ മങ്കര മാങ്കുറിശ്ശിയിലാണ് ഓട്ട് കമ്പനിയുടെ സ്ഥലമായിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ഇവർ താമസിച്ചു വരികയായിരുന്നു. ഇതിനിടയിൽ ഇവർ 40 വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ട്. രേഖകൾ പ്രകാരം ഇവർ താമസിക്കുന്ന സ്ഥലം പാലക്കാട് സർവോദയ സംഘത്തിന്റെ പേരിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഘത്തിലെ അംഗങ്ങളും പോലീസും ചേർന്നാണ് ഈ സ്ഥലം ഒഴിപ്പിച്ചത്. ദേവകിയും സർവോദയ സംഘവും തമ്മിലുള്ള കേസിൽ സംഘത്തിന് അനുകൂലമായ ഒരു വിധിയും ഹൈക്കോടതിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ കുടുംബത്തെ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകാതെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്ന കാര്യം. അതേസമയം തന്നെ ഇത് പറയുന്ന വിധി ഇവർക്കെതിരല്ലാതെ അത് ആ രേഖകളിൽ തെറ്റുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നുമുണ്ട്. ഏതായാലും ഇവരെ താമസ സ്ഥലത്ത് നിന്ന് മുന്നറിയിപ്പില്ലാതെയാണ് ഇറക്കി വിട്ടതെന്നാണ് പറയുന്നത്. സാധനങ്ങൾ മാറ്റാനുള്ള സമയം ഇവർക്ക് നൽകിയില്ലെന്ന് ആരോപിക്കുന്നു. പോലീസിന്റെ അടക്കം സംരക്ഷണയിലാണ് ഈ പറയുന്ന ഇറക്കിവിടലും വീട് പൊളിക്കലും ഒക്കെ നടന്നത്. ഇതിൽ രേഖകളിൽ ഇത് സർവോദയ സംഘത്തിന്റേതാണെന്നാണ് ഹൈക്കോടതിയുടെ വിധി. ഹൈക്കോടതി വിധി അനുസരിച്ചാണ് ഈ നടപടികൾ ചെയ്തതെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ശരി, ഗൂഗിൾ VS ആണ് വിവരങ്ങൾ നൽകിയത്.